ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലെ പ്രഭാഷണങ്ങൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. കാരണം പഴയ കാലഘട്ടങ്ങൾ പോലെ നമ്മുടെ നാട്ടിലെ വയലു പരിപാടികളോ അങ്ങനെയൊന്നുമില്ല. മദ്രസ വിദ്യാഭ്യാസം കിട്ടും. നമുക്കറിയാം ചിലർ സുന്നി മദ്രസയിൽ പഠിച്ച് ഒരുപാട് ദർസിലൊക്കെ ഓതിയതിനു ശേഷം പിന്നീട് പ്രഭാഷണങ്ങൾ കേട്ടതിനു ശേഷം മുജാഹിദിലേക്ക് പോയവരുണ്ട്. അതുപോലെ തന്നെ മുജാഹിദിൽ നിന്ന് മദ്രസയിൽ പഠിച്ച് പിന്നീട് സുന്നിയിലേക്ക് വന്ന പ്രഭാഷണം കേട്ട് വന്നവരുണ്ട്. അപ്പോൾ പ്രഭാഷണം മനുഷ്യന്റെ ജീവിതത്തിൽ ഇന്ന് ഒരു അവിഭാജ്യ ഘടകമായിരിക്കുകയാണ്. കാരണം പണ്ടൊക്കെ വയലിലാണ് നമ്മൾ കുറെ മദ്രസ വിദ്യാഭ്യാസത്തിന് ശേഷം നമ്മൾ കുറെ ഭാഗം ഇങ്ങനെ കേൾക്കാറുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ ഇസ്ലാമിൽ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രഭാഷണ പരമ്പര ഞാൻ കേൾക്കാനിടയായി. ഞാനത് സ്ഥിരമായി അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ കേൾക്കാറുണ്ട്. കാരണം അത്യാവശ്യം ഒരു 8ാം ക്ലാസ്, അന്നത്തെ ഒരു 80 കാലഘട്ടങ്ങളിലൊക്കെ ഒരു 8ാം ക്ലാസ്സും കുറച്ച് ഫത്തുൽ മുയിനും ദർസിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കൂടി നമ്മളൊന്നും അത്രമാത്രം കെയർ ചെയ്യാത്ത ചില വിഷയങ്ങളുണ്ട്. അത്രമാത്രം ഞങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോയ ചില വിഷയങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഫാത്തിമാവിന്റെ വഫാത്ത്, അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ വഫാത്ത്, അതിനോട് ചേർന്ന് മുആവിയക്ക് ശേഷം വന്ന യസീദിന്റെ കാലഘട്ടം, കർബല, ഇങ്ങനെയൊക്കെ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ നമ്മളിലൊക്കെ എപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷെ മുസ്തഫ മൗലവി എന്ന് പറയുന്ന ഈ പ്രഭാഷകൻ അദ്ദേഹം ഒരുപാട് തെളിവുകൾ നിരത്തി ഇങ്ങനെ സംഭവങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ച് ഫാത്തിമ ബീവിയുടെ വീട് കത്തിച്ച സംഭവങ്ങൾ, അതുപോലെ തന്നെ കിരാതമായ പല സംഭവ വികാസങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം കിതാബുകൾ പ്രമാണങ്ങളുടെ പ്രമാണബന്ധിതമായിട്ടാണ് ഇത് പറയുന്നത്. പക്ഷെ ഇത് പറയുന്ന സമയത്ത് നമ്മളാകെ ടോട്ടലി നമ്മൾ ഒരു ആശയക്കുഴപ്പത്തിലാണുള്ളത്. പ്രിയപ്പെട്ട, ഞാൻ ഇഷ്ടപ്പെടുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ, അതായത് ഇരു വിഭാഗത്തിലും പെട്ട പണ്ഡിതന്മാർ, കാരണം ഒരുപാട് ഈ കാര്യത്തിനെ കുറിച്ച് ഒരുപക്ഷെ വ്യക്തമായ മറുപടി അവർക്ക് ഉണ്ടായിരിക്കും. തീർച്ചയായും പണ്ട് കാലങ്ങളിൽ പോലും നമുക്കറിയാം കാദിയാനികൾക്കെതിരെ പോലും അവർ വാദപ്രതിവാദത്തിന് ഒരു മുബാഹല സംവിധാനം ഒരുക്കിയ ഒരു നാടാണ്. സമസ്ത പണ്ഡിതന്മാർ മുബാഹലക്ക് പോലും വിളിച്ചിട്ടുണ്ട്. കാരണം അതുപോലെ തന്നെ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ മുഖാമുഖ പരിപാടികൾ കേരളത്തിൽ സജീവമായിരുന്നു. എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരോട്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉസ്താദുമാരോട് പറയാനുള്ളത്, തീർച്ചയായും മുസ്തഫ മൗലവിക്ക് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊള്ളട്ടെ. അദ്ദേഹത്തെ ഒരു വശത്തിരുത്തി അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പണ്ഡിതന്മാർ, അല്ലെങ്കിൽ അദ്ദേഹം അംഗീകരിക്കുന്ന പണ്ഡിതന്മാരെയും ഒരു ഭാഗത്തിരുത്തി ഇപ്പുറത്ത് ആദരണീയമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരും ഇരുന്ന് ഒരു മുഖാമുഖ പരിപാടി ജനങ്ങൾക്ക് മുമ്പിൽ നിന്ന് അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഒരുപാട് ആൾക്കാർ, എന്നൊക്കെ ബന്ധപ്പെട്ട ആൾക്കാർ ഇങ്ങനെ പ്രഭാഷണങ്ങൾ കേട്ടിട്ട് ചോദിച്ച് ചിലപ്പോൾ ഞങ്ങൾക്ക് ഉത്തരം കിട്ടാത്തൊരവസ്ഥയാണ്. കാരണം നമ്മൾ പഠിച്ചതിൽ നമ്മൾ അത്രമാത്രമൊന്നും ഇതിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്നിരുന്നില്ല. കാരണം ഈ ഫാത്തിമ ബീവിയുടെ വഫാത്ത്, തുടർന്നുള്ള സംഭവങ്ങൾ, അതുപോലെ തന്നെ ജനാസ, കബറടക്കിയത്, ഇതൊക്കെ പ്രമാണബന്ധമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാൻ അധികാരമുണ്ട്, അതിനാരും നമ്മൾ പിടിച്ചു വെക്കുന്നില്ല. പക്ഷെ വലിയൊരു ആശയക്കുഴപ്പത്തിലേക്ക് പോകും. ഇസ്ലാമിന്റെ പല കാര്യങ്ങളിലേക്കും ഒരു ആശയക്കുഴപ്പത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ ഒരു ഭാഗത്തിരുത്തി ഇപ്പുറത്തെ സമസ്ത കേരള ജമിയത്തുൽ പണ്ഡിതന്മാരും ഇപ്പുറം ഇരുന്നുകൊണ്ട് ഇതിന് ഒരു ആശയ സംവാദം, ഒരു മുഖാമുഖ പരിപാടി എത്രയും വേഗം നമ്മുടെ കേരളത്തിൽ സംഘടിപ്പിക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് ജനങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ പഠിക്കും, മനസ്സിലാക്കും. അതോടനുബന്ധിച്ച് തന്നെ അതിനുശേഷം പിന്നീട് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റോ എന്നുള്ളത് കൃത്യമായ നിലപാട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരുപക്ഷെ വീഡിയോ ലൈവിൽ ഉസ്താദുമാർ ഇതിന് മറുപടി കൊടുത്താൽ ഇതൊരിക്കലും അസ്തമിക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ കൊടുത്ത മറുപടിക്ക് ഇപ്പുറം വേറൊരു മറുപടി, അങ്ങനെ പോകും. അതേസമയം മുഖാമുഖ പരിപാടിയിൽ എന്തായാലും ഒരു 2-3 ദിവസം ആയാൽ തന്നെ അതിന്റെ കൃത്യമായ ഒരു മറുപടി ജനങ്ങൾക്ക് മനസ്സിലാവും. ഹക്ക ഏതാണെന്ന് സത്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദരണീയ പണ്ഡിതന്മാർ, ഇതിനെക്കുറിച്ചൊക്കെ വളരെയധികം വിജ്ഞാനമുള്ള പണ്ഡിതന്മാർ ഇതിനെ തുനിഞ്ഞു നിന്നുകൊണ്ട് ഈ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ഉമ്മത്തിനെ സത്യസരണിയിലേക്ക്, സത്യത്തിന്റെ ധാരയിലേക്ക്, വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകാൻ എല്ലാ പണ്ഡിതന്മാരും മുന്നോട്ട് വരണമെന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്.